ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങിയിട്ട് ഒരു വർഷം തികയുമ്പോൾ പാകിസ്ഥാനുമായുള്ള സിന്ധു നദീ ജലകരാർ നിർത്തിവെക്കാനുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണെന്ന് ഇന്ത്യ അറിയിച്ചു. പാകിസ്ഥാൻ ഭീകരവാദം പൂർണ്ണമായും അവസാനിപ്പിക്കുന്നതുവരെ ഈ തീരുമാനത്തിൽ മാറ്റമുണ്ടാകില്ലെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി. ചർച്ചയും ഭീകരവാദവും ഒരുമിച്ച് കൊണ്ടുപോകാനാകില്ല എന്നതാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ നയം. 1960 ഒപ്പുവെച്ച ഈ കരാർ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ജലപങ്കുവെക്കൽ കരാറായാണ് കരുതിയിരുന്നത്. ഇതുവഴി പടിഞ്ഞാറൻ നദികളായ സിന്ധു, ബെലം, ചെനാബ് എന്നിവയിലെ ഭൂരിഭാഗം വെള്ളവും പാകിസ്ഥാനാണ് ഉപയോഗിച്ചിരുന്നത്. ഇന്ത്യയുടെ സ്വന്തം മണ്ണിലൂടെ ഒഴുകുന്ന നദികളായിട്ടും ഒരു നല്ല അയൽക്കാരനെന്ന നിലയിൽ ഇന്ത്യ പാകിസ്ഥാന് വലിയ മുൻഗണന നൽകിയിരുന്നു. 3 യുദ്ധങ്ങൾ നടന്നിട്ടും ഇന്ത്യ ഒരിക്കലും ഈ കരാർ ലംഘിച്ചിരുന്നില്ല. എന്നാൽ 2025 ഏപ്രിൽ 22-ന് പഹൽഗാമിൽ നടന്ന ക്രൂരമായ ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യയുടെ ക്ഷമ നശിച്ചു. ഇതിനു മറുപടിയായി മെയ് 7-ന് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ എന്ന സൈനിക നീക്കം ആരംഭിച്ചു. ഭീകരരുടെ ക്യാമ്പുകൾ തകർത്തതിന് പിന്നാലെ സിന്ധു നദീജല കരാറും ഇന്ത്യ നിർത്തിവെച്ചു. രക്തവും വെള്ളവും ഒരുമിച്ചൊഴുകില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ പുതിയ വിദേശ നയം ലോകത്തെ അറിയിച്ചു. കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗും അമിത് ഷായും ഈ നിലപാടിനെ പിന്തുണച്ചു. ഈ കരാർ ഇനി ഒരിക്കലും തിരിച്ചുവരില്ലെന്ന് അമിത് ഷാ പ്രത്യേകം എടുത്തു പറഞ്ഞു. ഇതിന്റെ ഫലമായി ജമ്മു കാശ്മീരിലെ ബഗ്ലിഹാർ അണക്കെട്ട് അടയ്ക്കുകയും പാകിസ്ഥാനിലേക്കുള്ള വെള്ളം തടയുകയും ചെയ്തു. കൂടാതെ ആ പ്രദേശത്ത് മുടങ്ങിക്കിടന്ന പല ജലവൈദ്യുത പദ്ധതികളും ഇന്ത്യ വളരെ വേഗത്തിൽ നടപ്പിലാക്കി വരികയാണ്. ഇതിലൂടെ ജമ്മു കാശ്മീർ സംസ്ഥാനത്തിന്റെ വൈദ്യുതി ആവശ്യങ്ങൾ നിറവേറ്റാനും കൃഷി മെച്ചപ്പെടുത്താനുമാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. അന്താരാഷ്ട്ര നിയമപ്രകാരം ഒരു രാജ്യം തുടർച്ചയായി ഭീഷണി ഉയർത്തുകയാണെങ്കിൽ കരാറുകൾ നിർത്തിവെക്കാൻ അധികാരമുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യ പ്രവർത്തിക്കുന്നത്. പാകിസ്ഥാൻ ഈ വിഷയം അന്താരാഷ്ട്ര കോടതിയിൽ എത്തിച്ചെങ്കിലും ആ കോടതിയുടെ അധികാരം ഇന്ത്യ അംഗീകരിച്ചിട്ടില്ല. ഈ മാറ്റം ഇന്ത്യയുടെ പുതിയൊരു കാലഘട്ടത്തിന്റെ തുടക്കത്തെയാണ് കാണിക്കുന്നത്. പതിറ്റാണ്ടുകളായി പാകിസ്ഥാന്റെ പ്രകോപനങ്ങൾ സഹിച്ച് കരാറുകളെ മാനിച്ചിരുന്ന ഇന്ത്യ ഇനി അവരുടെ പ്രവൃത്തികൾക്കനുസരിച്ച് മറുപടി നൽകൂ. പാകിസ്ഥാൻ തങ്ങളുടെ മണ്ണിൽ പ്രവർത്തിക്കുന്ന ഭീകരവാദ സംഘങ്ങളെ ഇല്ലാതാക്കാത്ത കാലത്തോളം ഇന്ത്യ അയയില്ല. ഇതുമൂലം പാകിസ്ഥാന്റെ കൃഷിയെയും വൈദ്യുതി ഉൽപാദനത്തെയും സാരമായി ബാധിച്ചിട്ടുണ്ട്. ആ രാജ്യത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് കാരണം പാകിസ്ഥാൻ സർക്കാരിന്റെ ഭീകരവാദ പിന്തുണയാണെന്ന് ഇന്ത്യ ചൂണ്ടിക്കാണിക്കുന്നു. പാകിസ്ഥാൻ മാറിയാൽ മാത്രമേ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാനാകൂ എന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. ഇന്ത്യയുടെ ഈ ഏകപക്ഷീയമായ ഔദാര്യം ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. അയൽ രാജ്യങ്ങളുമായുള്ള ബന്ധം പരസ്പര സഹകരണത്തെ ആശ്രയിച്ചാണെന്ന് ഇന്ത്യ ലോകത്തോട് ഉറക്കെ പറഞ്ഞിരിക്കുകയാണ്. സിന്ധു നദിയിലെ വെള്ളം ഇപ്പോൾ ഇന്ത്യയുടെ ദേശീയ സുരക്ഷയ്ക്കുള്ള ഒരു ആയുധമായി മാറിയിരിക്കുന്നു. പാകിസ്ഥാൻ അവരുടെ നിലപാട് മാറ്റുന്നതുവരെ ഇന്ത്യയുടെ ഈ കർശന നയം തുടരുമെന്നതിൽ ഒരു സംശയവുമില്ല. ഒരു വർഷത്തിനുള്ളിൽ തങ്ങളുടെ അതിർത്തികളും വിഭവങ്ങളും സംരക്ഷിക്കുന്നതിൽ ഇന്ത്യ പുതിയൊരു ഉറച്ച തീരുമാനം കാണിച്ചിരിക്കുകയാണ്.